ഡെറാഡൂണിന്റെ മനോഹരമായ പച്ചപ്പു നിറഞ്ഞ കുന്നുകൾക്കിടയിലായിരുന്നു ആ കൊച്ചു ഗ്രാമം സ്ഥിതി ചെയ്തിരുന്നത്. പ്രകൃതി ഭംഗി തുളുമ്പുന്ന ശാന്തവും സുന്ദരവുമായ ആ ഗ്രാമത്തിലെ ഏറ്റവും മാതൃകാ ദമ്പതികളായാണ് 30 വയസ്സുകാരനായ അർജുൻ സിംഗാനിയെയും അവന്റെ ഭാര്യയായ 27 വയസ്സുകാരി നന്ദിനിയെയും എല്ലാവരും കണ്ടിരുന്നത്. 5 വർഷം മുമ്പായിരുന്നു അവരുടെ വിവാഹം നടന്നത്. പരസ്പര വിശ്വാസവും അളവറ്റ പ്രണയവും നിറഞ്ഞതായിരുന്നു അവരുടെ ദാമ്പത്യ ജീവിതത്തിന്റെ ആദ്യ വർഷങ്ങൾ. ഗ്രാമത്തിലെ പ്രായമായവർ പോലും തങ്ങളുടെ മക്കൾക്ക് മാതൃകയായി കാണിച്ചു കൊടുത്തിരുന്നത് ഇവരുടെ ജീവിതമായിരുന്നു. പരസ്പരം ഒരു വാക്കുപോലും ഉച്ചത്തിൽ സംസാരിക്കാത്ത, എപ്പോഴും ഒന്നിച്ച് കാണപ്പെടുന്ന ദമ്പതികൾ. എന്നാൽ കഴിഞ്ഞ 6 മാസമായി ആ കൊച്ചു വീട്ടിൽ നിശബ്ദതയുടെ കരിനിഴൽ വീണു തുടങ്ങി. നന്ദിനിയെ കഠിനമായ ഒരു മാരക രോഗം ബാധിച്ചിരുന്നു. ആ രോഗം അവളുടെ ശരീരത്തെ ദിവസം ചെല്ലുന്തോറും തളർത്തിക്കൊണ്ടിരുന്നു. ഒന്ന് നടക്കാനോ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനോ പോലും ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലായി അവൾ മാറി. ശരീരം ക്ഷീണിച്ച് വിളറി വെളുത്തെങ്കിലും അവളുടെ മനസ്സിലെ പ്രതീക്ഷകളും ഭർത്താവിലുള്ള വിശ്വാസവും ഒട്ടും കുറഞ്ഞിരുന്നില്ല. ഈ കഠിനമായ സാഹചര്യത്തിലും അർജുൻ അവളോട് കാണിച്ച ക്ഷമയും സ്നേഹവും പരിചരണവും ഗ്രാമവാസികളെ വീണ്ടും അത്ഭുതപ്പെടുത്തി. അവൻ അവൾക്ക് കൃത്യസമയത്ത് മരുന്ന് നൽകി, ആഹാരം സ്വന്തം കൈകൊണ്ട് പാകം ചെയ്തു നൽകി, അവളെ കുളിപ്പിച്ചു. കൃത്യമായ ഇടവേളകളിൽ നഗരത്തിലെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി. ഒരു ചെറിയ കുഞ്ഞിനെ പോലെയാണ് അവൻ നന്ദിനിയെ ഓരോ നിമിഷവും പരിചരിച്ചിരുന്നത്. ഇങ്ങനെയൊരു ഭർത്താവിനെ ജീവിത പങ്കാളിയായി കിട്ടാൻ ഞാൻ മുൻജന്മത്തിൽ ഒരുപാട് പുണ്യം ചെയ്തിരിക്കണം ഭഗവാനെ. ഇന്ന് നന്ദിനി കണ്ണീരോടെ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കും. വേദനകൾ കഠിനമാകുമ്പോൾ അർജുന്റെ കൈകളിൽ മുറുകെ പിടിക്കുമ്പോൾ അവൾക്ക് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഇടമായി അത് തോന്നിയിരുന്നു. പലപ്പോഴും അവൾ അവനോട് പറയും, എനിക്കെന്റെ രോഗത്തെക്കുറിച്ച് ഒട്ടും ആശങ്കയില്ല അർജുൻ, നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പ് മാത്രം എനിക്ക് മതി. ഓരോ തവണയും അർജുൻ അവളുടെ തലയിൽ പതുക്കെ തലോടിക്കൊണ്ട് മനോഹരമായി പുഞ്ചിരിക്കും. എന്നാൽ പാവം നന്ദിനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു, സ്നേഹത്തിന്റെ ആ കപടമായ മുഖംമൂടിക്ക് പിന്നിൽ ക്രൂരനായ ഒരു മൃഗമാണ് ഒളിച്ചിരിക്കുന്നതെന്ന്. അർജുന്റെ മനസ്സിൽ അവളോടുള്ള സ്നേഹത്തിന്റെ അവസാന തുള്ളിയും വറ്റിപ്പോയിരുന്നു. അവൻ ഇപ്പോൾ കാണിക്കുന്ന ഈ അതിരുകിടന്ന സ്നേഹം വെറുമൊരു നാടകം മാത്രമാണ്. നന്ദിനി അവളുടെ മാതാപിതാക്കളുടെ ഏക മകളായിരുന്നു. വിവാഹത്തിന് തൊട്ടുമുമ്പ് അവളുടെ പിതാവ് പെട്ടെന്ന് മരണപ്പെട്ടിരുന്നു. മരണത്തിന് മുമ്പ് അദ്ദേഹം തന്റെ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഭൂമിയും തോട്ടവും ഏക മകളായ നന്ദിനിയുടെ പേരിലാണ് എഴുതി വെച്ചിരുന്നത്. നന്ദിനി ഈ സ്വത്തുക്കളെക്കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിട്ട് കൂടിയുണ്ടായിരുന്നില്ല. അവൾക്ക് അവളുടെ കൊച്ചു വീടും സ്നേഹനിധിയായ ഭർത്താവുമായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് അർജുന്റെ കണ്ണ് ആ പഴയ പ്രമാണങ്ങളിൽ പതിഞ്ഞു. രഹസ്യമായി അവൻ നഗരത്തിലെ ചില ബ്രോക്കർമാരെ കണ്ട് ആ ഭൂമിയുടെ വില അന്വേഷിച്ചപ്പോൾ അതൊരു വൻ തുകയാണെന്ന് മനസ്സിലായി. അതിന്റെ മൂല്യം കേട്ട ആ നിമിഷം അവനിൽ അത്യാഗ്രഹത്തിന്റെയും ചതിയുടെയും കറുത്ത വിത്ത് മുളപ്പൊട്ടി. നന്ദിനി ജീവിച്ചിരുന്നാൽ ഈ സ്വത്ത് ഒരിക്കലും മുഴുവനായി തനിക്ക് ലഭിക്കില്ലെന്നും അവളുടെ ചികിത്സക്കായി പണം ചിലവാക്കേണ്ടി വരുമെന്നും അവൻ കണക്കുകൂട്ടി. അവളെ ഈ ലോകത്തു നിന്ന് എന്നേക്കുമായി മാറ്റിയാൽ മാത്രമേ ആ കോടികൾ തനിക്ക് മാത്രമായി അനുഭവിക്കാൻ കഴിയൂവെന്ന് അവൻ ചിന്തിച്ചു തുടങ്ങി. രാത്രികളിൽ ഉറങ്ങാതെ അവൻ ആ ചതിയുടെ ഭയങ്കരമായ പദ്ധതികൾ നെയ്യാൻ തുടങ്ങി. പുറമെ കൂടുതൽ സ്നേഹം അഭിനയിച്ചുകൊണ്ട് അവൻ അവളുടെ മരണത്തിനായുള്ള കെണി ഒരുക്കുകയായിരുന്നു. കോടികൾ വിലമതിക്കുന്ന ആ സ്വത്ത് മുഴുവൻ സ്വന്തമാക്കണമെങ്കിൽ നന്ദിതയെ ഇല്ലാതാക്കുകയല്ലാതെ മറ്റ് വഴികളില്ലെന്ന് അവൻ ഉറപ്പിച്ചു. പുറമെ അവൻ അവളോട് മുൻപത്തേക്കാൾ കൂടുതൽ സ്നേഹം കാണിക്കാൻ തുടങ്ങി. അവളുടെ രോഗക്കിടക്കയ്ക്ക് അരികിലിരുന്ന് അവൻ മണിക്കൂറുകളോളം സംസാരിച്ചു. അയൽപ്പക്കത്തിലുള്ളവർ ഇതെല്ലാം കണ്ട് അർജുനെ വീണ്ടും പുകഴ്ത്തി പറഞ്ഞു. ഇവനെ പോലെ ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ ഭൂമിയിൽ കാണാൻ കിട്ടില്ല എന്ന് ഗ്രാമവാസികൾ പരസ്പരം പറഞ്ഞു. എന്നാൽ ആ അഭിനയത്തിനു പിന്നിൽ ഭയങ്കരമായൊരു മരണക്കെണിയാണ് ഒരുങ്ങുന്നതെന്ന് ആരും അറിഞ്ഞില്ല. ഒരു ദിവസം രാവിലെ പതിവിലും കൂടുതൽ പ്രസന്നതയോടെ അർജുൻ നന്ദിതയുടെ മുറിയിലേക്ക് കടന്നു വന്നു. അവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, നന്ദിനി, ഞാനൊരു കാര്യം അറിഞ്ഞു. മസൂരിയിലെ മലമുകളിൽ പുരാതനമായ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ പോയി പ്രാർത്ഥിച്ചാൽ മാറാത്ത രോഗങ്ങൾ മാറുമത്രേ. എത്രയോ പേർക്ക് അവിടെ പോയതിനു ശേഷം സുഖം വന്നിട്ടുണ്ട്. നമുക്കൊന്ന് അവിടെ പോയാലോ? ദൈവം വിചാരിച്ചാൽ നിന്റെ അസുഖം പമ്പ കടക്കും. നീ പണ്ടത്തെ പോലെ ആരോഗ്യവതിയായി തിരിച്ചു വരും. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ നന്ദിനിയുടെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ വലിയൊരു വെളിച്ചം തെളിഞ്ഞു. രോഗം തളർത്തിയ അവളുടെ ശരീരത്തിന് അതൊരു വലിയ ഊർജമായിരുന്നു. അവൾ അവനെ പൂർണ്ണമായി വിശ്വസിച്ചു. ഒട്ടും ആലോചിക്കാതെ അവൾ ആ യാത്രക്ക് സമ്മതം മൂളി. അർജുൻ ഉടൻ തന്നെ യാത്രക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഉള്ളിൽ ക്രൂരമായ കൊല
കൊലപാതക പദ്ധതികൾ നെയ്യുമ്പോഴും പുറത്തവൻ യാത്രക്കുള്ള വസ്ത്രങ്ങളും നന്ദിതയുടെ മരുന്നുകളും വലിയ ശ്രദ്ധയോടെ ബാഗിൽ എടുത്തുവെച്ചു. പിറ്റേന്ന് പുലർച്ചെ തന്നെ അവൻ യാത്ര തിരിച്ചു. മലയോര പാതകളിലൂടെ അവരുടെ കാർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. തണുത്ത കാറ്റും പച്ചപ്പും നിറഞ്ഞ ആ അന്തരീക്ഷം നന്ദിനക്ക് വലിയ സന്തോഷം നൽകി. യാത്രയിലുടനീളം അവൾ തന്റെ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള മനോഹരമായ സ്വപ്നങ്ങൾ അർജുനുമായി പങ്കുവെക്കുകയായിരുന്നു. അർജുൻ, ഞാൻ സുഖം പ്രാപിച്ചാൽ നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങണം. നിനക്കിഷ്ടമുള്ള വിഭവങ്ങളും മധുര പലഹാരങ്ങളും ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ട് പാകം ചെയ്തു തരും. നമ്മൾ ഒരുപാട് ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് യാത്രകൾ ചെയ്യും, അവൾ ആവേശത്തോടെ പറഞ്ഞു. അർജുൻ എല്ലാം കേട്ട് വെറുതെ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. എന്നാൽ അവന്റെ ശ്രദ്ധ റോഡിലോ അവളുടെ വാക്കുകളിലോ ആയിരുന്നില്ല. അവന്റെ കണ്ണുകൾ റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള ആഴമേറിയ കൊക്കകളിലായിരുന്നു. ഏത് സ്ഥലത്തു വെച്ച് അവളെ തള്ളിയിട്ടാലാണ് ആരും കാണാത്തതെന്ന ക്രൂരമായ ചിന്തയായിരുന്നു അവന്റെ മനസ്സിൽ. ഉച്ചയോടുകൂടി അവർ മലമുകളിലെ പ്രശസ്തമായ ആ ക്ഷേത്രത്തിലെത്തിയ നന്ദിനി ഭഗവാന്റെ വിഗ്രഹത്തിനു മുന്നിൽ കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി ഏറെ നേരം നിന്നു. അവൾ സ്വന്തം ആരോഗ്യത്തിനു വേണ്ടിയോ രോഗശാന്തിക്ക് വേണ്ടിയോ അല്ല പ്രാർത്ഥിച്ചത്. എന്റെ ഭർത്താവിനെ എപ്പോഴും സന്തോഷത്തോടെയും ദീർഘായുസോടെയും നിലനിർത്തണേ ഭഗവാനെ. എനിക്കെന്ത് സംഭവിച്ചാലും അദ്ദേഹത്തിന് ഒരു കുറവും വരുത്തരുതേ എന്ന് മാത്രമാണ് അവൾ പ്രാർത്ഥിച്ചത്. അവളുടെ തൊട്ടു പിന്നിൽ നിന്ന അർജുന്റെ മനസ്സിൽ അപ്പോഴും യാതൊരു കുറ്റബോധവും തോന്നിയില്ല. അവന്റെ കണ്ണുകളിൽ മനുഷ്യത്വത്തിന്റെ അവസാനത്തെ വെളിച്ചവും അണഞ്ഞുപോയിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അർജുൻ ചുറ്റുമൊന്ന് നോക്കി. അവിടെ ധാരാളം ഭക്തരുണ്ടായിരുന്നു. ആളുകളുടെ മുന്നിൽ വെച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അവന് മനസ്സിലായി. അവൻ പതുക്കെ നന്ദിതയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നന്ദിനി, നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് നടക്കാം. അവിടെ വളരെ ശാന്തമായ ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്നാൽ താഴെയുള്ള താഴ്വര മുഴുവൻ വ്യക്തമായി കാണാം. നല്ല ഭംഗിയുള്ള വ്യൂ പോയിന്റ് ആണ്. ശാരീരികമായി വളരെ ബലഹീനയായിരുന്നിട്ടും ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടിയിട്ടും ഭർത്താവിന്റെ സന്തോഷത്തിനായി അവൾ ആ മലഞ്ചെരുവിലേക്ക് പതുക്കെ നടക്കാൻ തുടങ്ങി. തന്നെ കാത്തിരിക്കുന്നത് മരണമാണെന്ന് അറിയാതെ അവൾ ആ ചതിയന്റെ കൈകളിൽ മുറുകെ പിടിച്ചിരുന്നു. അവർ നടന്ന് ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തെത്തി. പ്രകൃതി അവിടെ വളരെ ശാന്തമായിരുന്നു. കനത്ത മൂടൽ മഞ്ഞും തണുത്ത കാറ്റും മാത്രം ചുറ്റും. ദൂരെ നിന്ന് നോക്കിയാൽ ആരെയും കാണാൻ കഴിയില്ല. മനുഷ്യവാസമില്ലാത്ത വിജനമായ ഒരു കൊടും കൊക്കയുടെ അരികിലാണ് അവർ എത്തിയത്. മുന്നിൽ അഗാധമായ കൊക്കയായിരുന്നു. താഴേക്ക് നോക്കിയാൽ ഭയം കൊണ്ട് തല കറങ്ങുന്നത്രേ ആഴം. അർജുൻ തന്റെ കപടമായ സ്നേഹം ഒന്നും കൂടി പുറത്തെടുത്ത് നന്ദിനിയുടെ തോളിൽ കൈവച്ച് പറഞ്ഞു, പേടിക്കേണ്ട നന്ദിനി, ഞാൻ നിന്റെ കൂടിയില്ലേ. നീ എന്തിനാണ് ഇത്രയും ഭയപ്പെടുന്നത്? ഞാൻ ഉള്ളിടത്തോളം കാലം നിനക്കൊന്നും സംഭവിക്കില്ല. ആ വാക്കുകൾ കേട്ട് നന്ദിനി അവനെ നോക്കി ഒരു മനോഹരമായ പുഞ്ചിരി സമ്മാനിച്ചു. തന്റെ ജീവിതം തകർക്കാനും താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന ആ കൈകളാണ് ഈ ലോകത്ത് നിന്നും എന്നേക്കുമായി തുടച്ചു നീക്കപ്പെടാനും പോകുന്നത് താനാണെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അർജുൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ചുറ്റും കാടാണ്. ആരും തങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെന്ന് അവൻ ഉറപ്പുവരുത്തി. അവന്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. നന്ദിനി താഴ്വരയുടെ ഭംഗി ആസ്വദിച്ച് തനിക്ക് ലഭിച്ച വലിയൊരു സൗഭാഗ്യമായി ഈ യാത്രയെ കരുതി ദൈവത്തിന് മനസ്സിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അർജുൻ തന്നിലുള്ള സർവ്വശക്തിയും എടുത്ത് നന്ദിനിയെ ആ അഗാധമായ കൊക്കയിലേക്ക് ആഞ്ഞു തള്ളി. നന്ദിനിയുടെ മുഖത്തെ ആ ശാന്തമായ പുഞ്ചിരി ഒരു നിമിഷം കൊണ്ട് ഭയാനകമായ ഒരു നിലവിളിയായി മാറി. അവൾക്ക് ബാലൻസ് തെറ്റി പാറക്കൂട്ടങ്ങൾക്കിടയിലേക്ക് മറിഞ്ഞു വീണു. വീഴുന്ന ആ അവസാന നിമിഷത്തിൽ അവളുടെ കണ്ണുകൾ അർജുന്റെ കണ്ണുകളുമായി ഉടക്കി. ആ നോട്ടത്തിൽ മരണഭയത്തേക്കാൾ ഉപരി എന്തിനാണ് അർജുൻ എന്നോട് ഈ ചതി കാണിച്ചത് എന്ന വലിയൊരു ചോദ്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം ആ മലഞ്ചുവരിൽ വീണ്ടും നിശബ്ദത പടർന്നു. കേട്ടിരുന്നത് കാറ്റിന്റെ ഇരുമ്പൽ മാത്രം. അർജുൻ കൊക്കയുടെ അരികിലേക്ക് നടന്നു ചെന്ന് താഴേക്ക് നോക്കി. കനത്ത മഞ്ഞും ആഴവും കാരണം നന്ദിനിയെ എങ്ങും കാണാൻ കഴിഞ്ഞില്ല. അവൾ മരിച്ചുവെന്ന് അവൻ ഉറപ്പിച്ചു. പാറകളിൽ തട്ടി അവൾ എവിടെയെങ്കിലും വീണിട്ടുണ്ടാകും. അവിടുത്തെ ആഴത്തിൽ വീണാൽ ആരും ജീവനോടെ തിരികെ വരില്ലെന്ന് അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അവന്റെ മുഖത്ത് കുറ്റബോധത്തിന് പകരം വല്ലാത്തൊരു ആശ്വാസമാണ് ഉണ്ടായത്. ഒരു വലിയ ഭാരം ഒഴിഞ്ഞതുപോലെ അവന് തോന്നി. പെട്ടെന്ന് അവൻ തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു വെളുത്ത തൂവാലയെടുത്ത് കണ്ണുകൾ തുടച്ചു. കരയാൻ വേണ്ടി അവൻ മുഖത്തെ പേശികളെ വല്ലാതെ വലിച്ചു മുറുക്കി. ശേഷം വലിയ ശബ്ദത്തിൽ കരഞ്ഞുകൊണ്ട് മലയിറങ്ങി ഓടാൻ തുടങ്ങി. വഴിയിൽ കണ്ട് കുറച്ച് വിനോദസഞ്ചാരികളെയും നാട്ടുകാരെയും കണ്ടപ്പോൾ അവൻ ഒരേ കാര്യം വിളിച്ചു പറഞ്ഞു, എന്റെ ഭാര്യ, എന്റെ പ്രിയപ്പെട്ട നന്ദിനി, അവൾ കൊക്കയിലേക്ക് വീണു. ആരെങ്കിലും എന്നെ ഒന്ന്
ഒന്ന് സഹായിക്കൂ, അവളെ രക്ഷിക്കൂ. അവന്റെ ശബ്ദത്തിൽ പരിഭ്രാന്തി ഉണ്ടായിരുന്നുവെങ്കിലും ഉള്ളിൽ അപ്പോഴും സന്തോഷത്തിന്റെ വലിയൊരു തിരമാല ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തടസ്സം താൻ ഇല്ലാതാക്കി എന്നവൻ മനസ്സിൽ മന്ത്രിച്ചു. അവൾ മരിച്ചതോടെ അവളുടെ പേരിലുണ്ടായിരുന്ന കോടികളുടെ ആപ്പിൾ തോട്ടവും ഭൂമിയും ഇനി നിയമപരമായി തന്റേതാകും. ഈ അത്യാഗ്രഹം അവനെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ പൂർണ്ണമായും നശിപ്പിച്ചിരുന്നു. അവൾ താഴെ ചോരയിൽ കുളിച്ച് കിടക്കുമ്പോൾ അവൻ അടുത്ത ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അർജുന്റെ നിലവിളി കേട്ട് ആ പ്രദേശത്തുണ്ടായിരുന്ന വിനോദസഞ്ചാരികളും കുറച്ച് നാട്ടുകാരും ഓടിക്കൂടി. അവൻ തലയിൽ കൈവച്ച് നിലവിളിച്ചുകൊണ്ട് അവരെയും കൂട്ടി നന്ദിനിയെ തള്ളിയിട്ട ആ മലഞ്ചെരുവിലേക്ക് വീണ്ടും നടന്നു. എല്ലാവരും കൊക്കയുടെ അരികിലേക്ക് ആവലാതിയോടെ നോക്കിയെങ്കിലും കനത്ത മൂടൽ മഞ്ഞും ഇരുളും കാരണം താഴേക്കൊന്ന് കാണാൻ സാധിച്ചില്ല. അർജുൻ അവിടെ തളർന്നിരിക്കുന്നതായി അഭിനയിച്ചു. എന്റെ നന്ദിനി എന്നെ തനിച്ചാക്കി പോയേ, ഞാനിനി എങ്ങനെ ജീവിക്കും എന്നുറക്കെ വിളിച്ച് പറഞ്ഞ് അവൻ നിലത്തിരുന്ന് കരഞ്ഞു. ആളുകൾ അവനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഇതിനിടയിൽ ആരോ വിവരം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. നാട്ടുകാരിൽ ചിലർ ടോർച്ചുകളും സംഘടിപ്പിച്ച് താഴേക്കിറങ്ങാൻ തയ്യാറെടുത്തു. എന്നാൽ പ്രകൃതിയുടെ നിശ്ചയം മറ്റൊന്നായിരുന്നു. പെട്ടെന്ന് ആ മലനിരകളിൽ അന്തരീക്ഷമാകെ മാറിമറിഞ്ഞു. ആകാശം കറുത്തിരണ്ടു. മലയിടുക്കുകളിൽ ശക്തമായ കാറ്റ് വീശിത്തുടങ്ങി. മിനിറ്റുകൾക്കകം അവിടെ കനത്ത മഴ പെയ്യാൻ ആരംഭിച്ചു. മലയോര മേഖലയിലെ കനത്ത മഴ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും അസാധ്യമാക്കി മാറ്റി. പാറകൾ വഴുക്കുന്നതും മണ്ണൊലിപ്പ് സാധ്യതയും കാരണം പോലീസിനും നാട്ടുകാർക്കും താഴേക്കിറങ്ങാൻ കഴിഞ്ഞില്ല. ഇരുട്ടുകൂടി കനത്തതോടെ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാനും അടുത്ത ദിവസം രാവിലെ തിരച്ചിൽ തുടരാനും പോലീസ് തീരുമാനിച്ചു. ഈ തീരുമാനം കേട്ടപ്പോൾ അർജുനുള്ളിൽ വലിയൊരു ആശ്വാസം തോന്നി. ഈ കനത്ത മഴയിലും തണുപ്പിലും കാട്ടുമൃഗങ്ങളുള്ള ആ കൊക്കയിൽ കിടന്ന് നന്ദിനി ഒരിക്കലും രക്ഷപ്പെടില്ലെന്നും അവളുടെ ശരീരം പോലും ഇനി ആർക്കും കിട്ടാത്തവണ്ണം പ്രകൃതി ഇല്ലാതാക്കുമെന്നും അവൻ ഉറപ്പിച്ചു. ഗ്രാമത്തിലേക്ക് മടങ്ങുന്ന വഴിയിൽ അവൻ കണ്ടവരോടെല്ലാം താൻ അവളെ രക്ഷിക്കാൻ എത്രത്തോളം ജീവൻ പണയം വെച്ച് ശ്രമിച്ചുവെന്ന് വികാരഭരിതമായി കള്ളക്കഥകൾ പറഞ്ഞുണ്ടാക്കി. ഗ്രാമവാസികൾ ആകെ സങ്കടത്തിലായി. അവർ അർജുന്റെ കപട സ്നേഹത്തെ ഓർത്ത് അവനെ വീണ്ടും പ്രശംസിച്ചു. രാത്രിയോടെ വീട്ടിലെത്തിയ ഉടൻ അർജുന്റെ അമ്മ ശാരദാദേവി മകനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അർജുനും അമ്മയോടൊപ്പം കപട കണ്ണീരൊഴുക്കി അഭിനയിച്ചു. രാത്രിയായപ്പോൾ അവൻ പതുക്കെ തന്റെ മുറിയിൽ കയറി അകത്തുനിന്നും വാതിലടച്ചു. അവന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യുകയായിരുന്നു. അവൻ പതുക്കെ അലമാര തുറന്ന് നന്ദിനിയുടെ സ്വത്തുക്കളുടെ യഥാർത്ഥ പ്രമാണങ്ങൾ അടങ്ങിയ ഫയൽ കയ്യിലെടുത്തു. ആ കോടികളുടെ രേഖകൾ ഓരോന്നായി തലോടിക്കൊണ്ട് അവൻ മുറിക്കുള്ളിൽ വെച്ച് ക്രൂരമായി പുഞ്ചിരിച്ചു. എന്നാൽ അതേ സമയം ആ മലഞ്ചെരുവിലെ വന്യമായ കാട്ടിൽ മരച്ചില്ലകൾക്കിടയിലും വള്ളിച്ചെടികൾക്കിടയിലും കുടുങ്ങിക്കിടക്കുകയായിരുന്നു നന്ദിനി. മുകളിൽ നിന്ന് വീഴുമ്പോൾ പല വലിയ മരച്ചില്ലകളിൽ തട്ടി അവളുടെ വീഴ്ചയുടെ വേഗത കുറഞ്ഞിരുന്നു. വസ്ത്രങ്ങൾ പലയിടത്തും കീറിപ്പറിഞ്ഞു. തലക്കും കൈകൾക്കും മാരകമായ പരിക്കേറ്റിരുന്നു. ചോര വാർന്ന് അവൾ അബോധാവസ്ഥയിലായിരുന്നുവെങ്കിലും ദൈവനിശ്ചയത്താൽ അവളുടെ ശ്വാസം അപ്പോഴും നിലച്ചിരുന്നില്ല. കനത്ത മഴത്തുള്ളികൾ അവളുടെ വിളറിയ മുഖത്ത് വന്ന് വീണുകൊണ്ടിരുന്നു. അവളുടെ ഉള്ളിലെ ജീവന്റെ തുടിപ്പ് അപ്പോഴും അവശേഷിച്ചിരുന്നു. അർജുൻ മുകളിൽ ചിരിക്കുമ്പോൾ താഴെ പ്രകൃതി നന്ദിനിയെ മരണത്തിന് വിട്ടുകൊടുക്കാതെ കാത്തു സൂക്ഷിക്കുകയായിരുന്നു. തണുപ്പും ഇരുട്ടും ആ മലനിരകളെ പൂർണ്ണമായും വിഴുങ്ങിയിരുന്നു. കനത്ത മഴ പെയ്ത് തോർന്നതിനു പിന്നാലെ വന്യമായ ഒരു നിശബ്ദത അവിടെ പടർന്നു. ആ സമയത്താണ് മലയിടവാരത്തിൽ താമസിക്കുന്ന മഹേഷ് എന്ന ആട്ടിടിയൻ തന്റെ കാണാതായ ആടുകളെ തിരഞ്ഞ് ആ കൊക്കയുടെ ഭാഗത്തേക്ക് വന്നത്. വന്യമൃഗങ്ങളുടെ ശല്യമുള്ള കാടായതുകൊണ്ട് അവൻ വലിയൊരു ടോർച്ചും കയ്യിൽ കരുതിയിരുന്നു. പെട്ടെന്നാണ് കാറ്റിന്റെ ഇരുമ്പലിനിടയിലൂടെ ആരോ വളരെ ദയനീയമായി പിടയുന്ന നേരത്തെ ഒരു മരവിച്ച ശബ്ദം അവൻ കേട്ടത്. ആദ്യം അതൊരു തോന്നലാണെന്ന് വിചാരിച്ച് മഹേഷ് നടന്നു. എന്നാൽ വീണ്ടും ആ ശബ്ദം കേട്ടപ്പോൾ അവൻ ഉറപ്പിച്ചു അവിടെ ആരോ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. മഹേഷ് ഒട്ടും മടിച്ചില്ല. ടോർച്ചിന്റെ വെളിച്ചം മുന്നോട്ട് തെളിച്ചുകൊണ്ട് അവൻ വളരെ അപകടം പിടിച്ച ആ മലഞ്ചെരുവിലേക്ക് പതുക്കെ ഇറങ്ങാൻ തീരുമാനിച്ചു. മഴ പെയ്തു കിടക്കുന്നതിനാൽ പാറകളെല്ലാം വഴുക്കുന്നുണ്ടായിരുന്നു. പലതവണ അവൻ വഴുതി വീഴാൻ പോയി. എങ്കിലും ധൈര്യം സംഭരിച്ച് അവൻ താഴേക്ക് നീങ്ങി. കുറച്ചു ദൂരം ചെന്നപ്പോൾ ഒരു വലിയ വെള്ളിച്ചെടിയെയും മരച്ചില്ലകളുടെയും ഇടയിൽ ടോർച്ചിന്റെ വെളിച്ചം പതിഞ്ഞു. അവിടെ കണ്ട ദൃശ്യം അവന്റെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിച്ചു. ഒരു സ്ത്രീ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു. അവളുടെ വസ്ത്രങ്ങൾ കീറി പറഞ്ഞിരുന്നു. തലയിൽ നിന്നും കയ്യിൽ നിന്നും ചോര ഒലിക്കുന്നു. മഹേഷ് പതുക്കെ അവളുടെ അരികിലേക്ക് ചെന്നു. അവൾ അബോധാവസ്ഥയിലായിരുന്നുവെങ്കിലും അവളുടെ വിരലുകൾ ചെറുതായി ചലിക്കുന്നുണ്ടായിരുന്നു. ശ്വാസവും ഉണ്ടായിരുന്നു. മഹേഷ് ഒട്ടും സമയം കളയാതെ മലമുകളിലേക്ക് ഓടിക്കയറി ഗ്രാമത്തിലെ മറ്റ് 2 സുഹൃത്തുക്കളെ കൂടി വിവരം അറിയിച്ചു. അവർ ശക്തമായ വടങ്ങളുമായി തിരിച്ചെത്തി. സ്വന്തം ജീവൻ പണയം വെച്ച് വളരെ സാഹസികമായി അവർ നന്ദിനിയെ ആ അഗാധമായ കൊക്കയിൽ നിന്നും മുകളിൽ എത്തിച്ചു. തുടർന്ന്
ഒട്ടും സമയം കളയാതെ ഒരു ജീപ്പിൽ അവളെ നഗരത്തിലെ വലിയൊരു സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിലെത്തിച്ച ഉടൻ തന്നെ ഡോക്ടർമാർ അടിയന്തരമായി അവളെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. അവളുടെ നില അതീവ ഗുരുതരമായിരുന്നു. മണിക്കൂറുകൾ നീണ്ട കഠിനമായ ശസ്ത്രക്രിയക്കൊടുവിൽ ഡോക്ടർ പുറത്തിറങ്ങി പറഞ്ഞു, തലയിലെ പരിക്ക് ഗുരുതരമാണ്. ഭാഗ്യം കൊണ്ടാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. എങ്കിലും അടുത്ത 48 മണിക്കൂർ വളരെ നിർണായകമാണ്. അടുത്ത ദിവസം രാവിലെ മസൂറി പോലീസിന് വിവരം ലഭിച്ചു. മലയിൽ നിന്ന് വീണ് മരിച്ചുവെന്ന് കരുതിയ സ്ത്രീ ജീവനോടെ ആശുപത്രിയിലുണ്ടെന്ന്. ഇൻസ്പെക്ടർ കവിത ഉടൻ തന്നെ ഫോഴ്സുമായി ആശുപത്രിയിലെത്തി. അവർ ഡോക്ടറോട് സംസാരിക്കുകയും നന്ദിനിയുടെ ജീവന് എന്തെങ്കിലും ഭീഷണിയുണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്തു. സുരക്ഷ മുൻനിർത്തി നന്ദിനിയുടെ വാർഡിനു മുന്നിൽ അവർ ഒരു പോലീസുകാരനെ കാവൽ നിർത്താൻ ഉത്തരവിട്ടു. ഇതേ സമയം നന്ദിനി ജീവനോടെയുണ്ടെന്ന വാർത്ത കാട്ടുതീ പോലെ ഗ്രാമത്തിൽ പരന്നു. രാവിലെ ചായ കുടിച്ചുകൊണ്ടിരുന്ന അർജുൻ ഈ വാർത്ത കേട്ടതും ഞെട്ടിത്തെറിച്ചുപോയി. അവന്റെ കയ്യിലിരുന്ന ചായ ഗ്ലാസ് താഴെ വീണ് തകർന്നു. അവന്റെ മുഖം വിളറി വെളുത്തു. കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോയതുപോലെ അവന് തോന്നി. അവൾ എങ്ങനെ രക്ഷപ്പെട്ടു? ആ ആഴത്തിൽ നിന്ന് ആരും രക്ഷപ്പെടാറില്ലല്ലോ. അവൻ ഭയത്തോടെ ചിന്തിച്ചു. അവൾക്ക് ബോധം വന്ന് സത്യം പറഞ്ഞാൽ തന്റെ കഥ കഴിയുമെന്ന് അവൻ മനസ്സിലാക്കി. പക്ഷേ പുറമേ അവനൊരു നല്ല ഭർത്താവിന്റെ ഭാവം വീണ്ടെടുത്തു. വീട്ടുകാരോടും നാട്ടുകാരോടും ഒപ്പം അവൻ കരഞ്ഞുകൊണ്ട് ആശുപത്രിയിലേക്ക് ഓടി. അവിടെ എത്തി അവൻ ഡോക്ടറുടെ മുന്നിൽ വെച്ച് ദൈവത്തിന് നന്ദി പറയുന്നതായി അഭിനയിച്ചു. എന്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു എന്ന് അവൻ വിളിച്ചു പറഞ്ഞു. പക്ഷേ അവന്റെ ഉള്ളിൽ ഭയം ഒരു തീയായി പടരുകയായിരുന്നു. നന്ദിനിയുടെ അടഞ്ഞുകിടക്കുന്ന കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അവൻ പ്രാർത്ഥിച്ചത് അവൾ ഒരിക്കലും കണ്ണു തുറക്കരുത് എന്ന് മാത്രമാണ്. 3 ദിവസങ്ങൾ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിന്റെ നിശബ്ദതയിൽ കടന്നുപോയി. 4-ാം ദിവസം രാവിലെ നന്ദിനി പതുക്കെ തന്റെ കണ്ണുകൾ തുറന്നു. മരുന്നുകളുടെയും വേദന സംഹാരികളുടെയും മയക്കത്തിൽ നിന്നും അവൾ ഉണരുമ്പോൾ ആദ്യം അവൾ കണ്ടത് ആശുപത്രി മുറിയുടെ വെളുത്ത മേൽക്കൂരയായിരുന്നു. പതുക്കെ പതുക്കെ അവളുടെ മനസ്സ് പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ തുടങ്ങി. ആ പച്ച നിറഞ്ഞ മലനിരകൾ, തണുത്ത കാറ്റ്, കാൽക്കീഴിലെ അഗാധമായ കൊക്ക, എല്ലാറ്റിനുമുപരി താൻ ജീവനേക്കാൾ സ്നേഹിച്ച അർജുന്റെ ആ ക്രൂരമായ മുഖം. അവൻ തന്നെ ഇരു കൈകളും കൊണ്ട് ആഴങ്ങളിലേക്ക് തള്ളിവിടുന്ന ദൃശ്യം അവളുടെ മനസ്സിൽ ഒരു മിന്നൽ പോലെ കടന്നുപോയി. അവളുടെ കണ്ണുകളിൽ നിന്നും വിതുമ്പലോടെ കണ്ണീരൊഴുകാൻ തുടങ്ങി. അവളുടെ അരികിലേക്ക് വന്ന ഡോക്ടർ രചന ജോഷി പതുക്കെ അവളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട നന്ദിനി, നിങ്ങൾ ഇപ്പോൾ പൂർണ്ണ സുരക്ഷിതയാണ്. നിങ്ങളെ ഭഗവാൻ അത്ഭുതകരമായാണ് രക്ഷിച്ചത്. നന്ദിനി എന്തോ പറയാൻ ശ്രമിച്ചെങ്കിലും അവളുടെ ചുണ്ടുകൾ വല്ലാതെ വിറക്കുകയായിരുന്നു. ശാരീരികമായ വേദനയേക്കാൾ അവളെ തളർത്തിയത് തന്നെ വിശ്വസിപ്പിച്ച് കൊലപ്പെടുത്താൻ നോക്കിയ ഭർത്താവിന്റെ ഓർമ്മകളായിരുന്നു. ഈ സമയം പുറത്ത് കാത്തുനിന്നിരുന്ന അർജുൻ നന്ദിനിക്ക് ബോധം വീണെന്ന വാർത്തയറിഞ്ഞു. അവന്റെ നെഞ്ചിടിപ്പ് നിലക്കുന്നത് പോലെ തോന്നി. എങ്കിലും മുഖത്ത് കപടമായ ഒരു പുഞ്ചിരിയും കണ്ണുകളിൽ വ്യാജമായ കണ്ണീരും വരുത്തിക്കൊണ്ട് അവൻ മുറിയിലേക്ക് കടന്നു വന്നു. അവൻ നേരെ നന്ദിനിയുടെ അരികിലേക്ക് ചെന്ന് അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവത്തിന് നന്ദി നന്ദിനി, നീ എന്നെ തനിച്ചാക്കി പോകില്ലെന്ന് എനിക്കറിയാം. ദൈവം നിന്നെ എനിക്ക് തിരിച്ചു തന്നു. അർജുന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ നന്ദിനി പതുക്കെ കണ്ണുകൾ തുറന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി. ആ നോട്ടത്തിൽ മുൻപുണ്ടായിരുന്ന പ്രണയമോ സ്നേഹമോ ആദരവോ ഒന്നുപോലും അവശേഷിച്ചിരുന്നില്ല. പകരം അതിൽ ഉണ്ടായിരുന്നത് തകർന്നടിഞ്ഞ വിശ്വാസത്തിന്റെ ആഴമേറിയ വേദനയും വല്ലാത്തൊരു മരവിപ്പും മാത്രമാണ്. അവൾ ഒരക്ഷരം പോലും മിണ്ടിയില്ല. പകരം വളരെ പതുക്കെ തന്റെ കൈ അർജുന്റെ പിടിയിൽ നിന്നും വലിച്ചെടുത്തു. നന്ദിനി തന്റെ കൈ മാറ്റിയ ആ നിമിഷം അർജുന്റെ ഉള്ളിൽ ഭയത്തിന്റെ ഒരു ഇടുത്തിയാണ് വെട്ടിയത്. തന്റെ ഭാര്യയ്ക്ക് അന്ന് നടന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണമായും ഓർമ്മയുണ്ടെന്ന് അവൻ ആ സെക്കൻഡിൽ തിരിച്ചറിഞ്ഞു. അവന്റെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. ശ്വാസമെടുക്കാൻ അവൻ ബുദ്ധിമുട്ടി. ആളുകൾക്ക് മുന്നിൽ തന്റെ ഭയം പുറത്തറിയാതിരിക്കാൻ അവൻ പണിപ്പെട്ടു. അവൾക്ക് നല്ല ക്ഷീണമുണ്ട്, കുറച്ചു നേരം വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് അർജുൻ വേഗം മുറിയിൽ നിന്നും പുറത്തിറങ്ങി. ആശുപത്രിയുടെ വിജനമായ ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ അവന്റെ കാലുകൾ വിറക്കുകയായിരുന്നു. അവൾ എല്ലാം ഓർക്കുന്നു. അവൾ പോലീസിനോട് സത്യം പറഞ്ഞാൽ എന്റെ ജീവിതം എന്നേക്കുമായി അവസാനിക്കും. ഞാൻ ജയിലിലാകും. അവൻ ഭ്രാന്തനെ പോലെ സ്വന്തം പിറുപിറുത്തു. പെട്ടെന്നാണ് ആ ഇടനാഴിയുടെ അറ്റത്തു നിന്നും മസൂരി ഇൻസ്പെക്ടർ കവിത അവന്റെ മുന്നിലേക്ക് കടന്നു വന്നത്. ഗൗരവമുള്ള മുഖത്തോടെ ശാന്തമായ എന്നാൽ ദൃഢമായ ശബ്ദത്തിൽ അവർ അർജുനോട് പറഞ്ഞു, അർജുൻ, നിങ്ങളുടെ ഭാര്യയ്ക്ക് ബോധം വന്നിട്ടുണ്ടല്ലോ. അത് വളരെ നന്നായി. ആ സാഹചര്യത്തിൽ അന്ന് മലമുകളിൽ വെച്ച് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് നിങ്ങളിൽ നിന്നും ഒന്നും കൂടി വിശദമായി അറിയണം. അർജുൻ ഒന്ന് നെട്ടിയെങ്കിലും വേഗം തന്നെ തന്റെ മുഖത്ത് സങ്കടത്തിന്റെ ഭാവം വരുത്തി. അവൻ പഴയ കള്ളക്കഥ വീണ്ടും ആവർത്തിച്ചു. മാഡം, ഞങ്ങൾ താഴ്വരയുടെ ഭംഗി ആസ്വദിച്ചു നിൽക്കുകയായിരുന്നു.
പെട്ടെന്ന് അവളുടെ കാൽ ഒരു പാറയിൽ തട്ടി വഴുതി. എല്ലാം പെട്ടെന്നാണ് സംഭവിച്ചത്. എനിക്ക് അവളെ പിടിക്കാൻ പോലും കഴിഞ്ഞില്ല. ഇൻസ്പെക്ടർ കവിത അവന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടുനിന്നു. അവളുടെ കണ്ണുകൾ അർജുന്റെ മുഖത്തെ ഭാവമാറ്റങ്ങളെ നിരീക്ഷിക്കുകയായിരുന്നു. അവർ പതുക്കെ ചോദിച്ചു, അർജുൻ, അവൾ വഴുതി വീണതാണെങ്കിൽ അവളെ രക്ഷിക്കാൻ വേണ്ടി പിടിക്കാൻ ശ്രമിച്ച നിന്റെ വസ്ത്രങ്ങളിൽ എന്തുകൊണ്ട് ഒരു കീറലോ പോറലോ പോലുമില്ല? നിന്റെ കൈകളിലോ നഖങ്ങളിലോ എന്തുകൊണ്ട് മണ്ണോ പാറയുടെ കഷ്ണങ്ങളോ പുരണ്ടിട്ടില്ല? ഒരു സാധാരണ മനുഷ്യൻ തന്റെ ഭാര്യ താഴേക്ക് വീഴുമ്പോൾ സ്വന്തം ജീവൻ നോക്കാതെ അവളെ പിടിക്കാൻ ശ്രമിക്കില്ലേ? ഈ ചോദ്യം കേട്ടതും അർജുൻ വിക്കിപ്പോയി. അവന്റെ തൊണ്ട വരണ്ടു തുടങ്ങി. അത് മാഡം, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആകെ ഭയന്നു പോയിരുന്നു. എല്ലാം ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞു. അവൻ എങ്ങനെയൊക്കെ പറഞ്ഞൊപ്പിച്ചു. കവിത തലയാട്ടി. പക്ഷേ അവളുടെ മുഖത്ത് അർജുനെ വിശ്വസിച്ചു എന്ന ഭാവമില്ലായിരുന്നു. അവർ പോകുന്നതിന് മുമ്പ് അർജുന് വലിയൊരു മുന്നറിയിപ്പ് നൽകി. അന്വേഷണം പൂർത്തിയാക്കുന്നത് വരെ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകണം. നിന്റെ മൊബൈൽ എപ്പോഴും ഓൺ ആയിരിക്കണം. അവർ നടന്നു നീങ്ങുമ്പോൾ അർജുന്റെ ഉള്ളിൽ ഭയത്തിന്റെ കറുത്ത പുക കൂടുതൽ ശക്തമായി പടരുകയായിരുന്നു. അർജുന്റെ ഉള്ളിലെ ഭയം ഇപ്പോൾ ഒരു ഭ്രാന്തായി മാറി തുടങ്ങിയിരുന്നു. വീട്ടിലെത്തിയ ശേഷവും അവനൊരു നിമിഷം പോലും സമാധാനത്തോടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. മുറിയിലെ ഓരോ ചെറിയ ശബ്ദവും അവനെ ഞെട്ടിച്ചുണർത്തി. ജനലിലൂടെ കാറ്റടിക്കുമ്പോഴും വാതിലടിയുമ്പോഴും അവൻ ഭയന്നു വിറച്ചു. കണ്ണുകൾ അടക്കുമ്പോൾ കൊക്കയുടെ ആഴങ്ങളിലേക്ക് വീഴുന്ന നന്ദിനിയുടെ രൂപവും അവളുടെ ആ അവസാനത്തെ ചോദ്യഭാവമുള്ള നോട്ടവും അവന്റെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഒരു രാത്രി ഭയന്നു വിറച്ച് അവൻ അലമാറ തുറന്ന് നന്ദിനിയുടെ സ്വത്തുക്കളുടെ പ്രമാണങ്ങൾ അടങ്ങിയ ആ കറുത്ത ഫയൽ പുറത്തെടുത്തു. ഈ കടലാസുകളാണ് എന്റെ എല്ലാ നാശത്തിനും കാരണം. ഇത് കത്തിച്ചു കളഞ്ഞാൽ പിന്നെ ഒരു തെളിവും ഉണ്ടാവില്ല എന്ന് ചിന്തിച്ച് അവൻ ലൈറ്റർ കത്തിച്ചു. എന്നാൽ പെട്ടെന്ന് അവൻ ഓർത്തു, പ്രമാണങ്ങൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായാൽ പോലീസിന് തന്നോടുള്ള സംശയം ഇരട്ടിയാകും. ഭയത്തോടെ അവൻ ആ ഫയൽ തിരികെ അലമാറയിൽ തന്നെ വെച്ചു. പെട്ടെന്നാണ് അവന്റെ മൊബൈൽ ഫോൺ ശബ്ദിച്ചത്. സ്ക്രീനിൽ നോക്കിയപ്പോൾ അതൊരു അജ്ഞാത നമ്പറായിരുന്നു. അർജുൻ വിറക്കുന്ന കൈകളോടെ ഫോൺ എടുത്തു കാതോർത്തു. മറുതലക്കൽ നിന്നും ഭാവഭേദമില്ലാത്ത വലിപ്പമുള്ള ഒരു പുരുഷ ശബ്ദം മാത്രം കേട്ടു. നീ മരിച്ചുവെന്ന് കരുതിയവൾക്ക് എല്ലാം ഓർമ്മയുണ്ട്. അവൾ സത്യം പറയാൻ പോവുകയാണ്. നിന്റെ കളി അവസാനിച്ചു. അത്രയും പറഞ്ഞ് ഫോൺ കട്ടായി. അർജുന്റെ കയ്യിൽ നിന്നും ഫോൺ തറയിലേക്ക് വീണു. അവൻ ആ നമ്പറിലേക്ക് വീണ്ടും വീണ്ടും വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അത് സ്വിച്ച് ഓഫ് ആയിരുന്നു. തന്റെ രഹസ്യം ആരോ കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന ചിന്ത അവനെ ആകെ തളർത്തിക്കളഞ്ഞു. അടുത്ത ദിവസം രാവിലെ ഇൻസ്പെക്ടർ കവിത വീണ്ടും ആശുപത്രിയിലെത്തി. നന്ദിനിയുടെ ആരോഗ്യം ഇപ്പോൾ വളരെ മെച്ചപ്പെട്ടിരുന്നു. അവർ ഡോക്ടറോട് സംസാരിച്ച് നന്ദിനിയുടെ മുറിയിൽ തനിയെ കയറി വാതിലടച്ചു. മുറിയിൽ വല്ലാത്തൊരു നിശബ്ദത പടർന്നു. കവിത നന്ദിനിയുടെ അരികിലിരുന്ന് അവളുടെ കൈകളിൽ പതുക്കെ തലോടി. എന്നിട്ട് ശാന്തമായി പറഞ്ഞു, നന്ദിനി, ഞാൻ നിന്നെ ഒന്നിനും നിർബന്ധിക്കില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കുക, സത്യം എത്ര ഒളിച്ചു വെച്ചാലും അത് കൂടുതൽ കരുത്തോടെ പുറത്തു വരും. നീ ആരെയെങ്കിലും പേടിക്കുന്നുണ്ടോ? ഇൻസ്പെക്ടറുടെ വാക്കുകൾ കേട്ടപ്പോൾ നന്ദിനിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണീരൊഴുകി. അവൾ വിറക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു, മാഡം, സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും കാലം സ്നേഹിച്ച വിശ്വസിച്ച ആ മുഖം എന്നേക്കുമായി നഷ്ടപ്പെട്ടില്ലേ? 5 വർഷത്തെ ബന്ധം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാകില്ലേ? കവിത അവളെ നോക്കി ദൃഢമായി പറഞ്ഞു. നന്ദിനി, കള്ളത്തിലും അത്യാഗ്രഹത്തിലും കെട്ടിപ്പടുത്ത ബന്ധങ്ങൾ പണ്ടേ ഇല്ലാതായതാണ്. സത്യം ചെയ്യുന്നത് ആ കപടതയുടെ മുഖം മൂടി അഴിച്ചു മാറ്റുക മാത്രമാണ്. നിനക്ക് നീതി വേണം, അതിന് നീ സംസാരിച്ചേ മതിയാകൂ. ആ വാക്കുകൾ നന്ദിനിയുടെ ഉള്ളിലെ ഭയത്തെ മാറ്റി വലിയൊരു ധൈര്യം നൽകി. അവൾ തന്റെ കണ്ണുനീർ തുടച്ചു. നെഞ്ചിൽ കെട്ടിക്കിടക്കുന്ന ആ കനത്ത ഭാരം ഇറക്കി വെക്കാൻ അവൾ തീരുമാനിച്ചു. അവൾ ഇൻസ്പെക്ടറുടെ കണ്ണുകളിലേക്ക് നോക്കി വളരെ വ്യക്തമായി പറഞ്ഞു, മാഡം, അന്ന് ആ മലമുകളിൽ വെച്ച് ഞാൻ കാൽ വഴുതി വീണതല്ല. എന്നെ അവിടുന്ന് തള്ളിവിട്ടതാണ്. കവിതയുടെ കണ്ണുകൾ വികസിച്ചു. അവർ പതുക്കെ ചോദിച്ചു, ആരാണത് ചെയ്തത്? നന്ദിനി ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. ആ ക്രൂരമായ ഓർമ്മകളെ മനസ്സിൽ ധ്യാനിച്ച് അവൾ ആ പേര് തുറന്നു പറഞ്ഞു, എന്റെ ഭർത്താവ് അർജുൻ. മുറിയിൽ വീണ്ടും കനത്ത നിശബ്ദത പടർന്നു. ഇൻസ്പെക്ടർ കവിത ഒട്ടും സമയം കളയാതെ നന്ദിനിയുടെ മൊഴി ഓരോ വാക്കും കൃത്യമായി രേഖപ്പെടുത്താൻ തുടങ്ങി. നന്ദിനിയുടെ ഔദ്യോഗിക മൊഴി രേഖപ്പെടുത്തിയ ഉടൻ തന്നെ ഇൻസ്പെക്ടർ കവിത ആക്ഷനിലേക്ക് കടന്നു. അന്ന് വൈകുന്നേരം പോലീസിന്റെ ഒരു പ്രത്യേക സംഘം അർജുന്റെ വീട് വളഞ്ഞു. അർജുൻ അപ്പോൾ ഉമ്മറത്ത് അസ്വസ്ഥനായി നടക്കുകയായിരുന്നു. നീല ലൈറ്റുകൾ തെളിയിച്ച് പോലീസ് ജീപ്പ് മുറ്റത്തേക്ക് വന്നു നിന്നപ്പോൾ തന്നെ അവന്റെ മുഖത്തെ ചോര വറ്റിപ്പോയി. ഉള്ളിൽ ഭയം അണപ്പൊട്ടിയൊഴുകിയെങ്കിലും അവൻ പരമാവധി ശാന്തത അഭിനയിക്കാൻ ശ്രമിച്ചു. ജീപ്പിൽ നിന്നിറങ്ങിയ കവിത അർജുന്റെ മുന്നിലേക്ക് നടന്നു ചെന്നു. അവളൊട്ടും സമയം കളയാതെ ഗൗരവസ്വരത്തിൽ പറഞ്ഞു,
പറഞ്ഞു. അർജുൻ, നിന്നെ ചോദ്യം ചെയ്യാനുണ്ട്. ഇപ്പോൾ തന്നെ ഞങ്ങളോടൊപ്പം സ്റ്റേഷനിലേക്ക് വരണം. അർജുൻ വിറക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. എന്തിനു മാഡം? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്നാൽ കവിത മറുപടി നൽകിയില്ല. പകരം ജീപ്പിലേക്ക് കയറാൻ ആംഗ്യം കാണിക്കുകയാണ് ചെയ്തത്. അവൻ ജീപ്പിലേക്ക് നടക്കുമ്പോൾ ആകാശത്ത് കറുത്ത മേഘങ്ങൾക്കിടയിലൂടെ സൂര്യന്റെ നേർത്ത വെളിച്ചം വരുന്നുണ്ടായിരുന്നു. അർജുന് ആദ്യമായി മനസ്സിലായി, മനുഷ്യൻ നിയമത്തിൽ നിന്നും തെളിവുകളിൽ നിന്നും ചിലപ്പോൾ രക്ഷപ്പെടാം, എന്നാൽ സ്വന്തം കർമ്മഫലങ്ങളിൽ നിന്നും പ്രകൃതിയുടെ നീതിയിൽ നിന്നും ഒരിക്കലും ഒളിച്ചോടാൻ കഴിയില്ലെന്ന്. സ്റ്റേഷനിലെത്തിച്ച ശേഷം അർജുനെ ഒരു ഇരുണ്ട ചോദ്യം ചെയ്യൽ റൂമിലേക്ക് മാറ്റി. മണിക്കൂറുകളോളം കടുത്ത ചോദ്യം ചെയ്യൽ നടന്നു. അർജുൻ ഓരോ തവണയും തന്റെ മൊഴികൾ മാറ്റിക്കൊണ്ടിരുന്നു. ഒരിക്കൽ അവൻ പറഞ്ഞു നന്ദിനി കാൽ വഴുതി വീണതാണെന്ന്. മറ്റൊരിക്കൽ പറഞ്ഞു അവൾക്ക് പെട്ടെന്ന് തലകറക്കം വന്നതാണെന്ന്. വേറൊരു തവണ പറഞ്ഞു അവളെ രക്ഷിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചതാണെന്ന്. അവൻ പറഞ്ഞ ഓരോ പുതിയ നുണയും അവന്റെ പഴയ കള്ളങ്ങളെ കൂടുതൽ ദുർബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇതേ സമയം കവിതയുടെ നിർദ്ദേശപ്രകാരം മറ്റൊരു പോലീസ് സംഘം ആ മലഞ്ചെരുവിൽ വീണ്ടും വിശദമായ പരിശോധന നടത്തി. കനത്ത മഴ പെയ്തിരുന്നുവെങ്കിലും ഫോറൻസിക് വിദഗ്ധർ ചില നിർണായക തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞു. കൊക്കയുടെ അരികിലെ മണ്ണിൽ നിന്നും നന്ദിതയുടെ തകർന്ന വളപ്പൊട്ടുകളും അവളുടെ വസ്ത്രത്തിന്റെ കഷ്ണങ്ങളും ആരോ ബലമായി തള്ളിവിട്ടപ്പോൾ മണ്ണിൽ വഴുതിപ്പോയ പാടുകളും അവർ കണ്ടെത്തി. മലഞ്ചെരുവിലെ പാറയിൽ അർജുന്റെ ഷൂസിന്റെ അടയാളങ്ങളും വ്യക്തമായിരുന്നു. ഈ തെളിവുകളെല്ലാം അർജുൻ പറഞ്ഞ കള്ളക്കഥകളെ പൂർണ്ണമായും പൊളിച്ചടക്കുന്നതായിരുന്നു. അത് കേവലം ഒരു കാൽവഴുതി വീഴലല്ല, മറിച്ച് കൃത്യമായ പ്ലാനിങ്ങോടെ നടന്ന ക്രൂരമായ കൊലപാതക ശ്രമമാണെന്ന് പോലീസിന് 100% ബോധ്യമായി. ഇൻസ്പെക്ടർ കവിത ആ തെളിവുകളുടെ ഫയലുകളുമായി വീണ്ടും ചോദ്യം ചെയ്യാൻ മുറിയിലേക്ക് നടന്നു. അർജുന്റെ അന്ത്യം അടുത്തിരുന്നു. കേസ് കോടതിയിലേക്ക് നീങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ പോലീസ് അന്വേഷണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യപ്പെട്ട നന്ദിനിയുടെ ആരോഗ്യം ഇപ്പോൾ വളരെ മെച്ചപ്പെട്ടിരുന്നു. ശാരീരികമായ പരിക്കുകൾ മാറിയെങ്കിലും അവളുടെ മനസ്സിലെ മുറിവുകൾ അപ്പോഴും ഉണങ്ങിയിരുന്നില്ല. ഒടുവിൽ അർജുനെ കോടതിയിൽ ഹാജരാക്കുന്ന ദിവസം വന്നെത്തി. കോടതി മുറിയിൽ വലിയൊരു ജനക്കൂട്ടം തന്നെയുണ്ടായിരുന്നു. പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന അർജുൻ ആകെ വിളറി വെളുത്തിരുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം നന്ദിനി കോടതിയിലേക്ക് കടന്നു വന്നു. ഒരു നിമിഷത്തേക്ക് ഇരുവർക്കും പരസ്പരം നോക്കേണ്ടി വന്നു. അർജുൻ ഇപ്പോഴും വിചാരിച്ചിരുന്നത് 5 വർഷത്തെ ദാമ്പത്യ ബന്ധത്തിന്റെ ഓർമ്മകളിൽ നന്ദിനി തനിക്കെതിരെ സംസാരിക്കില്ലെന്നാണ്. എന്നാൽ നന്ദിനിയുടെ കണ്ണുകളിൽ ഇപ്പോൾ കണ്ണീരോ ഭയമോ ഇല്ലായിരുന്നു. പകരം അവളിൽ ജ്വലിച്ചു നിന്നത് ആത്മാഭിമാനവും നീതിക്ക് വേണ്ടിയുള്ള അമിത ആഗ്രഹവുമായിരുന്നു. ജഡ്ജിയുടെ മുന്നിൽ നിർഭയായി നിന്നുകൊണ്ട് നന്ദിനി അന്ന് മലമുകളിൽ നടന്ന കാര്യങ്ങൾ ഓരോന്നായി തുറന്നു പറഞ്ഞു. അവൻ എന്നെ സ്നേഹത്തോടെ കൈകളിൽ പിടിച്ചാണ് ആ വിജനമായ മലഞ്ചെരുവിലേക്ക് കൊണ്ട് പോയത്. പ്രകൃതി ഭംഗി ആസ്വദിച്ചു നിന്ന എന്റെ തോളിൽ കൈവച്ച് അവൻ എന്നെ ആശ്വസിപ്പിച്ചു. എന്നാൽ അടുത്ത നിമിഷം യാതൊരു ഭയവുമില്ലാതെ അവൻ തന്റെ സർവ്വശക്തിയുമെടുത്ത് എന്നെ ആ അഗാധമായ കൊക്കയിലേക്ക് തള്ളിവിടുകയായിരുന്നു. താഴേക്ക് മറിഞ്ഞു വീഴുന്ന ആ അവസാന നിമിഷത്തിലും ഞാൻ അവന്റെ മുഖത്തെ ആ ക്രൂരമായ ഭാവം വ്യക്തമായി കണ്ടിരുന്നു. നന്ദിനിയുടെ വാക്കുകൾ കോടതി മുറിയെ നിശബ്ദമാക്കി. അർജുന്റെ വക്കീൽ നന്ദിനിയെ മാനസികമായി തളർത്താൻ പല കഠിനമായ ചോദ്യങ്ങളും ചോദിച്ചെങ്കിലും അവൾ തന്റെ മൊഴിയിൽ ഉറച്ചുനിന്നു. തുടർന്ന് ഇൻസ്പെക്ടർ കവിത ഫോറൻസിക് റിപ്പോർട്ടും മലഞ്ചെരുവിൽ നിന്നും കണ്ടെടുത്ത നന്ദിനിയുടെ തകർന്ന വളപ്പൊട്ടുകളും മണ്ണിലെ പിടിവലിയുടെ അടയാളങ്ങളും അടങ്ങിയ ചിത്രങ്ങൾ കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചു. ഇതോടെ അർജുന്റെ വക്കീലിന് പോലും മറുപടിയില്ലാത്ത അവസ്ഥയായി. തുടർന്ന് കേസ് വീണ്ടും ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ ചോദ്യം ചെയ്യൽ മുറിയിലേക്ക് എത്തിയപ്പോൾ ഇൻസ്പെക്ടർ കവിത ആ തെളിവുകളെല്ലാം അർജുന്റെ മുന്നിലേക്ക് എറിഞ്ഞുകൊടുത്തു. ഇനിയും നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കേണ്ട അർജുൻ, നിന്റെ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞു കഴിഞ്ഞു. സത്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയൂ, അവർ കർക്കശമായി പറഞ്ഞു. ആ തെളിവുകൾക്ക് മുന്നിൽ അർജുന്റെ അവശേഷിച്ച ധൈര്യവും ചോർന്നുപോയി. അവൻ തലയിൽ കൈവച്ച് നിലത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു. ഒടുവിൽ അവൻ തന്റെ ക്രൂരമായ കുറ്റം പൂർണ്ണമായും സമ്മതിച്ചു. എനിക്ക് തെറ്റുപറ്റി മാഡം. നന്ദിനിയുടെ പേരിലുള്ള കോടിക്കണക്കിന് രൂപയുടെ ആപ്പിൾ തോട്ടവും ഭൂമിയും കണ്ടപ്പോൾ എന്റെ മനസ്സ് മാറി. അവൾ മരിച്ചാൽ ആ സ്വത്തെല്ലാം എനിക്ക് മാത്രമായി ലഭിക്കുമെന്ന് ഞാൻ കരുതി. ആ അത്യാഗ്രഹമാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്. അർജുൻ തന്റെ ചതിയുടെ കഥ വിളിച്ചു പറഞ്ഞു. അവൻ പറഞ്ഞത് കേട്ട് മുറിയിലുണ്ടായിരുന്ന പോലീസുകാർ പോലും അറപ്പോടെ അവനെ നോക്കി. ആ കോടികളുടെ അത്യാഗ്രഹം അവനെ ഒരു കൊടും കുറ്റവാളിയാക്കി മാറ്റിയിരുന്നു. അർജുന്റെ കുറ്റസമ്മതം കൃത്യമായ ഫോറൻസിക് തെളിവുകളും രേഖപ്പെടുത്തിയതിനു ശേഷം കോടതി ഈ കേസിൽ അന്തിമവിധി പ്രസ്താവിക്കാനായി വീണ്ടും ഒത്തുകൂടി. കോടതി മുറിയിൽ വലിയൊരു നിശബ്ദത പടർന്നിരുന്നു. ജഡ്ജി തന്റെ വിധിന്യായം വായിക്കാൻ തുടങ്ങി. നന്ദിനിയെ ക്രൂരമായി കൊലപ്പെടുത്താൻ ശ്രമിച്ച അർജുനെ കുറ്റക്കാരനായി കണ്ടെത്തിയ കോടതി അവന് ദീർഘകാലത്തെ
കഠിന തടവും വൻതുക പിഴയും ശിക്ഷയായി വിധിച്ചു. വിധി കേട്ടതും അർജുൻ പ്രതിക്കൂട്ടിൽ തളർന്നിരുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം പോലീസുകാർ അവന്റെ കൈകളിൽ വിലങ്ങണിയിച്ചു. അവനെ ജയിലിലേക്ക് കൊണ്ടുപോകാനായി കോടതി മുറിക്ക് പുറത്തേക്ക് നടത്തിച്ചു. ആ സമയം പുറത്തു പോകാനായി എഴുന്നേറ്റ് നന്ദിനിയുടെ മുന്നിൽ അവൻ വന്നുപെട്ടു. വിലങ്ങണിഞ്ഞ കൈകളോടെ കണ്ണീരൊഴുക്കിക്കൊണ്ട് അർജുൻ വിറക്കുന്ന ശബ്ദത്തിൽ അവളോട് യാചിച്ചു. നന്ദിനി, എന്നോട് ക്ഷമിക്കൂ. ഞാൻ കോടികളുടെ സ്വത്ത് കണ്ടപ്പോൾ അത്യാഗ്രഹം കാരണം എന്റെ കണ്ണ് മങ്ങിപ്പോയതാണ്. എനിക്ക് തെറ്റുപറ്റി. ദയവായി എനിക്ക് മാപ്പ് തരൂ. നന്ദിനി ഒരു നിമിഷം നിന്നു. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ പഴയ വേദനയോ സങ്കടമോ ഇല്ലായിരുന്നു. അവൾ വളരെ ശാന്തമായി എന്നാൽ അത്രമേൽ ദൃഢമായി അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, അർജുൻ, നീ എന്നെ ആ മലമുകളിൽ നിന്ന് അഗാധമായ കൊക്കയിലേക്ക് തള്ളിവിട്ട ആ നിമിഷം തന്നെ എന്റെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞതാണ്. ഇന്നെന്റെ മുന്നിൽ നിൽക്കുന്നത് എന്നെ കൊല്ലാൻ നോക്കിയ ഒരു കുറ്റവാളി മാത്രമാണ്. നിനക്കിന്ന് ലഭിച്ചത് നിന്റെ ക്രൂരമായ കർമ്മങ്ങൾക്കുള്ള ശിക്ഷ മാത്രമാണ്. ഇതിൽ മാപ്പ് നൽകാൻ എനിക്കൊന്നും അവശേഷിക്കുന്നില്ല. അത്രയും പറഞ്ഞ് അവൾ അവനെ മറികടന്ന് മുന്നോട്ട് നടന്നു. കോടതി മന്ദിരത്തിന് പുറത്ത് നേർത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആ തണുത്ത മഴത്തുള്ളികൾ മുഖത്ത് വീണപ്പോൾ നന്ദിനിക്ക് വലിയൊരാശ്വാസം തോന്നി. അവൾ ആകാശത്തേക്ക് നോക്കി കൈകൾ കൂപ്പി ഭഗവാന് നന്ദി പറഞ്ഞു. അതേസമയം അർജുനെ കയറ്റിയ പോലീസ് ജീപ്പ് സൈറൺ മുഴക്കിക്കൊണ്ട് ജയിലിന്റെ ഇരുണ്ട അറകളിലേക്ക് നീങ്ങി. ഏത് സ്വത്തിനു വേണ്ടിയാണോ അവൻ സ്വന്തം ഭാര്യയുടെ ജീവനെടുക്കാൻ തുനിഞ്ഞത്, ആ സ്വത്തോ ആഗ്രഹിച്ച ആഡംബര ജീവിതമോ അവന് ലഭിച്ചില്ല. അവന് ശേഷിച്ചത് ആയുസ് മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്ന പശ്ചാത്താപവും ജനങ്ങളുടെ വെറുപ്പും ജയിലിന്റെ ഇരുമ്പഴികളും മാത്രമായിരുന്നു. ഈ സംഭവത്തിന് ശേഷം നന്ദിനി തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തി. ആളുകൾ അവളെ വലിയ ബഹുമാനത്തോടെയാണ് സ്വീകരിച്ചത്. തന്റെ പിതാവ് തനിക്കായി മാറ്റിവെച്ച ആ കോടികളുടെ സ്വത്തുക്കളോ ആപ്പിൾ തോട്ടമോ വിൽക്കാൻ അവൾ തയ്യാറായില്ല. പകരം ആ തോട്ടത്തോട് ചേർന്ന് അവൾ പാവപ്പെട്ടവർക്കും രോഗികൾക്കുമായി ഒരു സൗജന്യ സേവന ചികിത്സാ കേന്ദ്രം ആരംഭിച്ചു. നഗരത്തിൽ നിന്നും വലിയ ഡോക്ടർമാരെ വരുത്തി അവൾ ഗ്രാമീണർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കി. തന്റെ ജീവിതം അവൾ മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാനായി മാറ്റിവെച്ചു.